പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെയായി ഒരു പുതിയ വർഷം കൂടി വരികയായി അല്ലേ? 2025 എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഒരുപോലെ ആയിരുന്നില്ല. ചിലർക്ക് ഒരുപാട് ബ്ലെസ്സിങ്സിൻ്റെ വർഷമായിരുന്നു എങ്കിൽ മറ്റു ചിലർക്ക് അത് വെല്ലുവിളികളുടെ വർഷമായിരുന്നു. എന്നാൽ ഒന്നും വെറുതെ ആയിരുന്നില്ല. ഓരോ അനുഭവങ്ങളും നമുക്ക് ഓരോ പാഠങ്ങളായിരുന്നു. എല്ലാ ഡിലേയിലും ഒരു ഡെപ്ത് ഉണ്ടായിരുന്നു. എല്ലാ പെയിനിലും ഒരു വിസ്ഡം ഉണ്ടായിരുന്നു. എല്ലാ സൈലൻസിലും ഒരു സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. 2025 നമുക്ക് തന്ന ആ അനുഭവങ്ങളിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് 2026 കടക്കുമ്പോൾ ചില കാര്യങ്ങൾ ഒന്ന് മനസ്സിൽ കുറിച്ചിട്ടാലോ? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്ലാരിറ്റി ഓവർ കൺഫ്യൂഷൻ. വാട്ട് യു വാണ്ട്, വാട്ട് യു ഡിസേർവ്, വാട്ട് യു വിൽ നോട്ട് അക്സെപ്റ്റ്, ഇതൊക്കെ വ്യക്തതയുണ്ടായിരിക്കണം. ടോക്സിക് ആയിട്ടുള്ള ഇമോഷണൽ ബാഗേജസ് എല്ലാം വലിച്ചുകൊണ്ട് 2026 കടക്കാതിരിക്കാൻ ശ്രമിക്കുക. അതിനെ ഇവിടെ തന്നെ ഉപേക്ഷിക്കുക. ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് മോട്ടിവേഷൻ അല്ല, കൺസിസ്റ്റൻസിയാണ് ആവശ്യം. പെട്ടെന്നൊരു ദിവസം ഉണ്ടാകുന്ന മോട്ടിവേഷൻ്റെ പുറത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് സക്സസ് ആകാം എന്ന് ശ്രമിക്കുന്നതിന് പകരം ഒരു ചെറിയ ആക്ഷനെങ്കിലും ഡിസിപ്ലിൻഡായിട്ട് എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഒരു സക്സസ് ഹാബിറ്റായിട്ട് മാറും. ആ സക്സസ് ഹാബിറ്റിന് നമുക്ക് ഒരു മാജിക്കലായിട്ടുള്ള ട്രാൻസ്ഫോർമേഷനെ കൊണ്ടുതരാനും കഴിയും. പെട്ടെന്നുണ്ടാകുന്ന ഒരു മിറാക്കിൾ അല്ല സക്സസ് എന്ന് പറയുന്നത്. അത് കൺസിസ്റ്റൻ്റായ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സ്മോൾ ആക്ഷനിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുൻപോട്ട് പോകാം. ഔട്ടർ സക്സസ്സിന് മുൻപ് വേണ്ടത് ഇന്നർ അലൈൻമെൻ്റ് ആണ്. എന്തുകൊണ്ട് എനിക്ക് സക്സസ് ഉണ്ടാകുന്നില്ല എന്ന് യൂണിവേഴ്സിനോട് ചോദിക്കുന്നതിന് പകരം സ്വയം ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. ഈസ് മൈ മൈൻഡ് ഈസ് കാം, ഈസ് മൈ ഇൻറ്റൻഷൻ ഈസ് പ്യുവർ. അങ്ങനെ സ്വയം ചോദിക്കുക. ഓരോ ദിവസവും സ്വയം മോൾഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ബെസ്റ്റ് വെർഷനെ കണ്ടെത്താൻ ശ്രമിക്കുക. 2026 പവർ മൂവ് എന്ന് പറയുന്നത് ലെസ് നോയിസ് മോർ മീനിങ് എന്നതാകട്ടെ. ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കുക, ഒരുപാട് കണക്ഷൻസ് ഉണ്ടാക്കുക എന്നതിനേക്കാട്ടിലും ഉപരിയായിട്ട് സോളിനെ ന്യൂറിഷ് ചെയ്യുന്ന സോൾ അലൈൻഡ് ആയിട്ടുള്ള ബന്ധങ്ങളാണെങ്കിൽ അത് മീനിങ് ഫുൾ ആയിരിക്കും. വിശ്വസിക്കുക, വിഷ്വലൈസ് ചെയ്യുക, പ്രവർത്തിക്കുക. ഡെയിലി വൺ ഓണസ്റ്റ് സ്റ്റെപ്പ്, ഇറ്റ് ഈസ് ഇനഫ് ടു ക്രിയേറ്റ് മിറാക്കിൾസ്. 2026 ലെറ്റ് യുവർ പേഷ്യൻസ് ഓണം, ലെറ്റ് യുവർ ഹീലിംഗ് റിവാർഡ്. നമ്മുടെ ട്രൂ വർത്തിന് അലൈൻഡ് ആയിട്ടുള്ള പുതിയ വാതിലുകൾ, സാധ്യതയുടെ വാതിലുകൾ തുറക്കട്ടെ. വെൽക്കം 2026. വി ആർ നോട്ട് വെയിറ്റിംഗ് എനി മോർ. വി ആർ റെഡി, വി ആർ അലൈൻഡ്, വി ആർ റൈസിങ്. 2025 നമുക്ക് തന്നിട്ടുള്ള എല്ലാറ്റിനും ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് 2026 എന്ന് പറയുന്നത് പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും ഒക്കെ സ്വപ്നങ്ങൾ സാധ്യമാകുന്ന ഒരു നല്ല വർഷമാകട്ടെ. ബ്ലെസ്സിങ്സിൻ്റെ, മിറാക്കിൾസിൻ്റെ വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. താങ്ക് യു.